ഇന്ന് നമ്മൾ മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങാച്ചാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് 1 കിലോ മാങ്ങയാണ് ഇപ്പോൾ എടുത്തത്. അത് നന്നായി കഴുകി തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളത് കട്ട് ചെയ്തത് കേട്ടോ. ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചനച്ച മാങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാതും നല്ല ചള്ളായിരുന്നു. ഇതും നല്ല പുളിയുണ്ട് മാങ്ങ. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി പിന്നെ നമ്മളത് അരിഞ്ഞെടുത്തു. എല്ലാം ഏകദേശം ഒരുപോലെ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ കല്ലുപ്പ് ഒരു 4 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അച്ചാറിടുമ്പോൾ സമയത്ത് ചേർത്താൽ മതി. എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം മാങ്ങയുടെ എല്ലാ കഷ്ണത്തിലും ഉപ്പ് പിടിക്കണ്ടേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് എടുത്തു വെച്ചിട്ട് ഇത് ഇപ്പം തന്നെ അച്ചാറുണ്ടാക്കണില്ല. ഇത് എടുത്തിട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അത്ര അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മസാല ആയിട്ട് 1.5 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചട്ടി ആദ്യം നന്നായിട്ട് ചൂടാകുമ്പോൾ സിമ്മിൽ വയ്ക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ മാറുമ്പോൾ നമ്മളത് എടുത്തിട്ട് പൊടിക്കണം. പിന്നെ ഈ കായം നമ്മളിപ്പോൾ 1/2 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊടിയല്ല ചേർക്കുന്നത്, കട്ടിയുള്ള കായാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഈ കടുകും ഉലുവയും കൂടെ പൊടിക്കാനുള്ളതിലിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ആവശ്യമുള്ളത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ഇതിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പം അങ്ങനെ തന്നെ ഇടുന്നേക്കാളും നല്ലത് വഴറ്റി അതിലത്തെ വെള്ളമൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇതിപ്പോൾ 1 കിലോ മാങ്ങയിലേക്ക് ഇവിടുത്തെ എരിവനുസരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് ഓരോ മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് ഇടുക. കാശ്മീരി മുളകാണെങ്കിൽ അത് നല്ല കളറ് വരും, എരിവ് കുറവാകും. പിന്നെ നമ്മൾ ആ മസാല പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. മുളക് പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തു. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അധികം മൂപ്പിക്കണ്ട. പിന്നെ അതേ നമ്മൾ തലേദിവസം ഉപ്പ് ഇട്ട് വെച്ച മാങ്ങ കഷ്ണങ്ങളാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തീയൊന്നും കത്തിക്കണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കണില്ല കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കണ കാരണം വിനാഗിരി ചേർക്കണില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ സേഫാണ്, നമ്മുടെ വയറിന് നല്ലതാണ്. വിനാഗിരി ഇല്ലല്ലോ. ഇനിയിപ്പോൾ അഥവാ വിനാഗിരി ഒഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ മസാല നമ്മൾ തയ്യാറാക്കുമ്പോൾ തന്നെ വിനാഗിരി ഒഴിക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. നമ്മുടെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് അത് കഴിയണവരെ കേടാവാണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെച്ചാൽ കേടായി പോകും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.